അസ്സലാമു ബഹുമാന്യ അധ്യക്ഷൻ അബൂബക്കർ സൽഫി അവരുടെ ഈ പരിപാടിയിലെ മുഖ്യാതിഥിയും കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റുമായ ബഹുമാന്യായ PN അബ്ദുൽ ലത്തീഫ് മദനി അവരുടെ ISM കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യായ TK അഷ്റഫ് സാഹിബ്, കുവൈത്ത് കേരള ഇസ്ലാഹി സെന്ററിന്റെ പ്രതിനിധി PN മുസ്തഫ, വേദിയിലിരിക്കുന്ന ബഹുമാനായ BV അബ്ദുൽ ജലീൽ സാഹിബ്, UP ഷറഫുദ്ദീൻ, റഹീം മാസ്റ്റർ, സ്വാഗത പ്രഭാഷണത്തെ അനീസ് ബാവാക്ക, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, കഴിഞ്ഞ ഒരാഴ്ചയായി ഒതായി മേഖല MSFന്റെ CRE വാർഷികത്തിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് ഇവിടെ വിവിധ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ സംഘാടകര് എന്നോട് വന്ന് ഒരു ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏതായാലും 12-ാം തീയതി വെള്ളിയാഴ്ച വരാം എന്ന് പറയുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഈറ്റില്ലമാണ് അതായി. എനിക്ക് പറയാനുള്ളത്, പണ്ഡിതന്മാരോടൊക്കെ അള്ളാന്റെ പാർശ്വത്തെ പിടിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്ന് ഞങ്ങൾ ഉപദേശിക്കുന്ന നിങ്ങൾ അതിന് ഒരു വേദി ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ച് മുജാഹിദ് പ്രസ്ഥാനം പോകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ആവകമായി പറയാനുള്ളത്. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ഒരാളല്ല. എന്നും ഇവിടെ കബീർ സലഫി എല്ലാവരും ഇവിടെ പ്രസംഗിക്കാനുള്ളത് കൊണ്ട് ആ വക കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കിടക്കുന്നില്ല. നമുക്ക് ഒരുപാട് ഇപ്പോൾ ചെറുപ്പക്കാർക്ക് ഇവിടെ ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, മറ്റ് കോച്ചിങ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുട്ടികളെ നല്ലൊരു തലമുറയിൽ വാർത്തെടുക്കുന്നുണ്ട്. മതവിദ്യാഭ്യാസമാണ് നമ്മുടെ സംസ്കാരമുള്ള ഒരു പൗരനായി വളർത്താൻ മതവിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. ഇസ്ലാമിക നിന്ന് വളർന്നുകൊണ്ട് തന്നെ മറ്റ് ഭൗതിക വിദ്യാഭ്യാസങ്ങളും നമ്മൾ അഭ്യസിക്കും. ബഹുമാനായ PN കുവൈത്തിലാണ് ലത്തീഫ് മദനി. എനിക്കറിയാം അദ്ദേഹത്തിന്റെ കൊണ്ട് ഒരുപാട് സഹായങ്ങൾ. ഇവിടെ അബൂബക്കർ സലഫി സംഖ്യ പറയാതൊക്കെ നല്ലത്, കാരണം കോടിക്കണക്കിന് ഉറുപ്പ്യ പല പള്ളികൾക്കും മദ്രസകൾക്കും വിവിധ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവിടുന്ന് ഫണ്ട് റൈസിങ്, ചില സംഘടനകൾക്കൊക്കെ ഉണ്ടാവും ഫണ്ട് റൈസിങ്ങിന് ചില ആളുകൾക്ക് സംഘാടനയുണ്ട്, ചില ആളുകൾക്ക് ചില കഴിവുകളുണ്ട്. അതിൽ കുവൈത്തില് ഇപ്പൊ നമ്മുടെ KMCCന്റെ ആളുകളാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും കുവൈത്തിൽ ആദ്യം ആണെങ്കിൽ PN അബ്ദുൽ ലത്തീഫ് മദനിയുമായി ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹത്തിന് പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ PNനോട് പറയാം, നമ്മള് ഇപ്പൊ സൗദി അറേബ്യയില് ഒക്കെ അവിടെയുള്ള സ്വദേശീകരണം വരുന്നതുകൊണ്ട് നമ്മളെ ആളുകളൊക്കെ ഉത്കണ്ഠയില്ല. നമ്മള് അതിൽ ഉത്കണ്ഠപ്പെട്ട ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച അഹമ്മദ് സാഹിബിനോട് പറയാണ്, ഞാൻ PNനോട് പറയും, അവിടെ സൗദി അംബാസഡർ പറഞ്ഞപ്പോ അവിടെ അറബ് വസന്തം വന്നപ്പം അതിന് ചർച്ചയും ആഘോഷം നടത്തിയ കൂട്ടർ കേരളത്തിലാന്നാ പറഞ്ഞത്. കേരളത്തിലെ വലിയ കാര്യം നമുക്കുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാൻ, അവിടെ രാജാക്കന്മാരുടെ അവതാരം കൊണ്ട് തന്നെയാണ് നമ്മളെ ആളുകൾക്ക് ജോലിയും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ലഭിക്കുന്നത്. അവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാല് ടുണീഷ്യയിലും ഇവയിലും ഇവിടെയൊക്കെ ഈജിപ്തിലൊക്കെ ആളുകൾ സംഘടിച്ച് ജനാധിപത്യ സംവിധാനം വേണമെന്നൊക്കെ പറഞ്ഞപ്പോ അത് വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ വരുമ്പോൾ പിന്നെ അവിടെയുള്ള രാജാക്കന്മാർ കുറച്ച് ലിബറലായിട്ട് അവിടെയുള്ള നാട്ടുകാർക്ക് അസംതൃപ്തി ഇല്ലാതാകാൻ വേണ്ടി കുറെ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ ഏതെങ്കിലും ഗവൺമെന്റിനെതിരായിട്ട് ഒരു വലിയൊരു വികാരം വരികയാണെങ്കിൽ പിന്നെ അവിടെയുള്ള ഭരണകൂടം അത് ശമിപ്പിക്കാനുള്ള നടപടികളും കാര്യങ്ങളൊക്കെ എടുക്കും. അതുപോലെ സൗദി അറേബ്യയിലെ പ്രശ്നങ്ങളെന്താ, സൗദി അറേബ്യയിൽ കുവൈത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ ഒരു അറബി വന്ന ഒരു ചികിത്സക്ക് വന്ന ഒരു അറബിക്ക് ഇപ്പൊ ഇന്ന് 12-ാം തീയതി ആണെങ്കിൽ 13-ാം തീയതി രാവിലെ പുലർച്ചെ 3 മണിക്കാണ് പോയിട്ട് വെച്ചാൽ അത് ചിലപ്പോ അബദ്ധത്തിൽ അത് 13-ാം തീയതി രാത്രി 3 മണിക്കല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഒരു 6 മണിക്കൂർ 8 മണിക്കൂറിന് സമയം തെറ്റി ഇവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഓനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ, പിന്നെ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ എടുത്ത് കൊണ്ടുപോകും, പിന്നെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യും, പിന്നെ അത് പത്രങ്ങളിലൊക്കെ വലിയ വിവാദമാക്കും. നമ്മൾ തന്നെ മറ്റേ ചാരനാണ് അല്ലെങ്കിൽ അതിന്റെ അത് അന്വേഷിക്കണം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓനെ കൊണ്ടുവന്ന് അറബിന്റെ ഓനെ സ്പോൺസറായി കൊണ്ടുവന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രയാസം ഓന് പിന്നെ അവർക്കാണ് ചെല്ലേണ്ടി വരുന്നത്. ഞാനിതൊക്കെ അഹമ്മദ് സാഹിബ് വിദേശകാര്യമന്ത്രിയായിട്ടും അഹമ്മദ് സാഹിബായിട്ട് എനിക്ക് ഏറ്റവും അധികം വ്യക്തിബന്ധമുള്ള ഒരു വ്യക്തിയായിട്ടും എനിക്കിത് ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പല ആളുകളും ഈ സമയത്ത് ബന്ധപ്പെട്ടു.
അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ എന്നല്ല പ്രശ്നം. അവിടെ വെച്ചാൽ നമ്മുടെ ആളുകൾ ശരിയായ രേഖകളില്ലാതെ ഉംറ വിസക്ക് 30 ദിവസം പോയി അല്ലെങ്കിൽ 2 കൊല്ലം 3 കൊല്ലം നിൽക്കുന്ന അനധികൃതമായി നിൽക്കുന്ന ആളുകളെ അവിടുന്ന് കയറ്റി വിടുന്നേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ പറയാ 10 ഒരു കട തുടങ്ങിയ 10 ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ ഒരാളെ ആ നാട്ടുകാരന് ജോലി കൊടുക്കുന്നത്. അതിന് 3000 റിയാൽ മിനിമം ശമ്പളം അവര് നിശ്ചയിച്ചു. പിന്നെ അവിടെ ഇല്ലപ്പം നിങ്ങൾക്കറിയാം, എന്നൊക്കെ അറിയാം, സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കൂളിൽ ഭർത്താവിന് ജോലി ഉണ്ടെങ്കിൽ ഭാര്യനെ കൊണ്ടുവന്നിട്ട് വേറെ ഇതിലാവും അവരവിടെ ജോലി. അതൊക്കെ ഒന്ന് റെഗുലേഷൻ ശരിയായ നിയമവിധേയമായിട്ട് ആളുകൾ ജോലി ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളെന്ത് ചെയ്തു, അവിടുത്തെ ജനാധിപത്യത്തിൽ നമ്മളെ കുറച്ച് സോൾഡാറ്റിക്കാരും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് അതിനിവിടെ സെമിനാറും കാര്യങ്ങളൊക്കെ എല്ലാവരും കൊണ്ട് വെച്ചു. ഇത് നിങ്ങൾ വിചാരിക്കണം അറബിയാക്കൊക്കെ വിവരം കൊടുക്കാനും അതിന് ട്രാൻസ്ലേഷൻ കൊടുക്കാനൊക്കെ ആളുകൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സൗദി അംബാസഡറിലെ ചർച്ചയിൽ പറഞ്ഞതാണ് എല്ലാം ഇവിടെ അല്ലേ എന്നുള്ളത്. വലിയ കാര്യമുണ്ട്. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമുക്ക് എല്ലാ വിവരവും അറിവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ മതവിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ വേണം. നമുക്കവിടെ രാജഭരണം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആളുകൾക്ക് സുഖം ഉണ്ടാവും. അവിടെയൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടം വന്നാൽ ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മസ്കറ്റിൽ പ്രശ്നം ഉണ്ടായപ്പോഴാണ്, ഒമാനിലെ പ്രശ്നം ഉണ്ടായപ്പോഴാണ് യൂസഫ് അലി സാഹിബിന്റെ 450 കോടി രൂപ ചെലവ് ഉള്ള ഒരു മാള് ആൾക്കാരാണ് കത്തിച്ചത്. അത് എന്താ വെച്ചാല് ഈ ഓരോ പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ കാര്യത്തിലാണ്. അപ്പൊ നമ്മളിനി അങ്ങോട്ട് ഇങ്ങനെ ആകാശത്ത് നോക്കി അവിടുന്ന് ആൾക്കാർക്ക് പോകാതെ നിൽക്കണം. അവിടെ ക്രമേണ കാലാന്തരത്തിൽ അവിടുത്തെ ആളുകൾക്ക് മാത്രം ജോലിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മതവിദ്യാഭ്യാസത്തോടു കൂടി തന്നെ മറ്റ് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉണ്ടായി, അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ടായി ഇവിടെ തന്നെ നമ്മൾ പുതിയ തൊഴിൽ തേടേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം നമ്മളെ ആളുകൾക്കൊക്കെ എപ്പോഴാണ് അവിടെ പോരാൻ പറ്റുക എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഒരു രാജ്യം ഒരു ഗവൺമെന്റ് തീരുമാനിച്ചാൽ ആഗോള തലത്തിൽ ആ തീരുമാനങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ നിയമവിധേയമായ അല്ലാത്ത ആളുകളെ പുറത്താക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും പറയാനില്ല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും. അതിനോട് അതിനനുസരിച്ച് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. വിവിധ ഭാഷകൾ പഠിപ്പിക്കാനുള്ള ഇഫ്ലു ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി മലപ്പുറത്താണ്. ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി അത് 75 ഏക്കർ മലപ്പുറത്ത്, പിന്നെ കാരാത്തോടുള്ള സ്ഥലത്ത്, പാണക്കാടിനടുത്തുള്ള സ്ഥലത്ത് 75 ഏക്കർ സ്ഥലം കൊടുത്ത് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റി 100 കോടി രൂപ ചെലവില്ല. +2 കഴിഞ്ഞാൽ വിവിധ ഭാഷകൾ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ 13 ഭാഷകൾ പഠിപ്പിക്കാനുള്ള സ്ഥാപനമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ ഈ പിന്നെ ISM-ന്റെയും MSM-ന്റെയും പ്രവർത്തകന്മാരോടും അതിന്റെ സംഘാടകരോടും എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസിൽ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉണ്ട്. നമ്മളിങ്ങനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മറ്റുള്ള സ്കൂൾക്ക് പോകേണ്ടതിൽ നല്ല സൗകര്യങ്ങളാണ്. അവിടെ എഞ്ചിനീയറിംഗിനും അതുപോലെ തന്നെ മെഡിക്കൽ ഇതിനും അതുപോലെ നഴ്സിംഗിനും അതുപോലെ LLB-ക്കും ഒക്കെ ഉള്ള കോഴ്സുകളും ഒക്കെ വരുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് ഉണ്ട്. നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇപ്പം അരീക്കോട്, ഞാൻ MLA ആയി വന്നതിന് ശേഷം അരീക്കോട് ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് 300 കോടി രൂപ ചെലവിൽ അരീക്കോട് IT പാർക്ക് വരാൻ പോകും. 52 ഏക്കർ സ്ഥലം സംസ്ഥാന സർക്കാർ അതിന് ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. നിങ്ങൾ പത്രങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഒരു സംഭവമാണ്. അപ്പൊ നമ്മളെ മക്കൾക്ക്, നമ്മളെ ആളുകൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ഉള്ള ഒരു സംരംഭമാണ്. കാരണം അത് ഘട്ടഘട്ടമായിട്ട് വരും. ഇപ്പം നാളെ മറ്റേതാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് അതിന്റെ സ്ഥലം നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് പിന്നീട് വരുമ്പോൾ പിന്നെ ഒരു 2-3 കൊല്ലം കഴിഞ്ഞ് വിവിധ കമ്പനികൾ വരുമ്പോൾ നമ്മളോട് നല്ല വിദ്യാഭ്യാസമുള്ള ഡിഗ്രിയും അതുപോലെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അല്ലേ കുട്ടികൾക്ക് ജോലി ലഭിക്കാൻ ഇവിടെ തന്നെ 10,000 ആദ്യഘട്ടത്തിൽ 700 ആൾക്ക് ജോലി കിട്ടും. പിന്നീട് 5 കൊല്ലം കൊണ്ടാകുമ്പോൾ 3000-ഓളം ആളുകൾ കിട്ടും. അതിൽ തന്നെ പകുതിയിലധികം നമ്മുടെ ഈ പ്രദേശത്തിലെ ആളുകൾക്കായിരിക്കും ജോലി. അപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളീ മതവിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നടത്തുന്നതോട് കൂടി തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഊന്നൽ നൽകി മുന്നോട്ട് പോയി രണ്ടും കൂടി സമന്വയിപ്പിച്ച് ഒരു സംസ്കാരമുള്ള ആളുകളായിട്ട് വളരണം. അപ്പൊ അരീക്കോട് IT പാർക്ക് തന്നെ സ്ഥലം കൊടുക്കണമെന്നല്ലേ എഴുതുന്നത്. സ്ഥലം ഒരാളെ വീട് പോവില്ല, ഒരാളെ വീട് അവിടെ പോവില്ല, സ്ഥലം തരാൻ തയ്യാറാണ്. അല്ലാത്തവനാണ് ഇപ്പം അതിനെതിരെ സമരം ചെയ്യുന്നത്. അല്ലാത്ത അത് ജാതി മതവും പറഞ്ഞു കണ്ടപ്പോഴാകും അത് ഒരു പട്ടികജാതിക്കാരെയൊക്കെ മുന്നോട്ട് നിർത്തിക്കാണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ അന്വേഷിക്കുമ്പോൾ ഇവരെ സ്ഥലമൊന്നും പോകണില്ല. പിന്നെ എന്തിനാണ് ഈ സമരം തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഈ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നും ഗൾഫിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പിന്നെ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ എല്ലാം ഒരുമിച്ച് യോജിച്ച് നമ്മുടെ പഴയ പ്രതാപത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനം പോകണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്.
അതിന് എല്ലാവരും അതിന് എന്നെ കൊണ്ട് പോയിരുന്ന എല്ലാവരും ഒരുമിച്ച് ഒരു ഇതിൽ കൊണ്ടുവരാനുള്ള നിർണയ പോയിന്റ് എന്റെ പാർട്ടിയിലെ നേതാക്കന്മാരെ സംബന്ധിച്ചിട്ട് അതിനും ഞാനും കൂടി ശ്രമിക്കുന്നതാണെന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഈ പരിപാടിക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.